നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് KM ഷാജഹാനാണ്. അദ്ദേഹം ഭാരവാഹിയായ സംഘടനയായ സേവ് കേരള ഫോറം അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അത്തരത്തിലൊരു അഭ്യൂഹം പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ സേവ് കേരള ഫോറത്തിൻ്റെ പ്രതിനിധി മത്സരിക്കും എന്നുള്ളൊരു അഭ്യൂഹം കേൾക്കുകയുണ്ടായി. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതിലൊരല്പം യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രധാന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ ഫോറം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. കാരണം കേരളത്തിൽ പ്രധാനപ്പെട്ട 2-3 മുന്നണികൾ പതിറ്റാണ്ടുകളായി നിൽക്കുന്നു. അവരുടെ കയ്യിലാണ് വോട്ട് ബാങ്ക് എന്നുള്ളൊരു ധാരണ. ഇപ്പോൾ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം രൂപീകരിക്കപ്പെട്ടിട്ട് തന്നെ 2-3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇതെന്താണ് ഇങ്ങനൊരു തീരുമാനം? അതിനുള്ളൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. അന്യോന്യം പോരടിച്ച് നിൽക്കുന്ന മുന്നണികൾ എന്നുള്ളത് മാറി അന്യോന്യം സഹകരിച്ച് നിൽക്കുന്ന മുന്നണികൾ എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിരിക്കും. നിങ്ങളിപ്പോൾ ഇടത് നോക്കിയാലും വലത് നോക്കിയാലും BJP നോക്കിയാലും ഒക്കെ തന്നെ ആത്യന്തികമായി ഒരു താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയം ഇന്ന് മാറിയിരിക്കും. അതിലേറ്റവും പുതിയ വിഷയമായിട്ടുള്ള ഈ കരിമണൽ ഖനനത്തിൻ്റെ വിഷയം തന്നെ എടുക്കുക, അല്ലെങ്കിൽ വീണ വിജയൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൊന്നും ഒരു തരത്തിലുള്ള പോരും നമുക്ക് കേരള സമൂഹത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കർണാടക ഹൈക്കോടതി വലിയ അടിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരേത് സമയം വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്ന അവസ്ഥയാണുള്ളത്. ക്ലിഫ് ഹൗസിൽ തന്നെ റെയ്ഡ് നടക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ് എന്നുള്ളൊരു ആവശ്യം പോലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നില്ല. പ്രതിപക്ഷത്തിൽ തന്നെയുള്ള മാത്യു കൂടനാടൻ വന്നിങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, മനസ്സിലായോ? കോൺഗ്രസ് ആണെങ്കിൽ സമരാക്തി എന്ന് പറഞ്ഞിട്ട് ഒരു ജാഥ നടത്തിക്കൊണ്ട് ആ ജാഥയുടെ ഭാഗമായി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അവർക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിട്ട് പോലും അവരതിന് പോകുന്നില്ല. മറുവശത്ത് നമ്മൾ സ്ഥിരമായി പറയുന്നത് പോലെ പുഴുത്ത് ചീഞ്ഞ് നാറി അഴുകി പുഴുവരിച്ചിട്ടുള്ള ഒരു ഭരണമുന്നണി, അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരിയുടക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷം. പിന്നെ BJPയുടെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരേ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന 3 മുന്നണികളും മറുവശത്ത് ഇതിൻ്റെ മുഴുവൻ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളും എന്നുള്ള നിലയിലുള്ള ഒരു ധ്രുവീകരണമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു ധ്രുവീകരണം, ഒരു പോളറൈസേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, വിട്ടുവീഴ്ചയില്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു സംവിധാനം ഇല്ല എന്നുള്ളിടത്താണ് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേദിയുടെ ഒരു സ്പേസ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മത്സരത്തിന് വേണ്ടി ഒരു മത്സരം എന്നുള്ളതല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കാണുന്നത്. വളരെ ഗൗരവമായി കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ഈ ഫോറത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തെങ്കിലും നടന്നോ? ഇല്ല, അതിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലം മാത്രമാണല്ലോ ആലോചിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു മണ്ഡലത്തിലേക്ക് നിർത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളും അതിനകത്ത് വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിൽ സ്വാഭാവികമായും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പോരടിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഗൗരവതരമായിട്ടുള്ള ഒരു പരിഗണന ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചും ഉണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈനംദിനം മുന്നിൽ നിന്ന് പോരടിക്കുന്ന അതിൻ്റെ ഒരു സുപ്രധാന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ചർച്ചയും വളരെ ഗൗരവമായിട്ട് അതിനകത്ത് നടക്കുന്നുണ്ട്.